Welcome. പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ചില വലിയ പാഠങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദുർബലമെന്ന് തോന്നാമെങ്കിലും കൂട്ടായ്മയിലൂടെ അത്ഭുതങ്ങൾ തീർക്കുന്ന ജീവന്റെ വഴികൾ. കാണാൻ ചെറിയൊരു കൂട്ടമെങ്കിലും ഒരേ ഒരു ലക്ഷ്യത്തിനായി തനിക്ക് വേണ്ടിയല്ലാതെയുള്ള ആ സമർപ്പണം. തേനീച്ചക്കൂട്ടങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത് ആ കൂട്ടായ്മയുടെ മാധുര്യമാണ്. സ്വന്തം ഭാരത്തേക്കാൾ എത്രയോ മടങ്ങ് വലിയ മലകളെപ്പോലും പരസ്പര സഹായത്താൽ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഉറുമ്പുകളുടെ നിശ്ചയദാർഢ്യം. പ്രതിസന്ധികളുടെ തീക്കാറ്റിൽ പരസ്പരം നിഴലായി താങ്ങായി ഒന്നിച്ചു നീങ്ങുന്ന ആനക്കൂട്ടങ്ങളുടെ കരുതലുകൾ. പ്രകൃതിയുടെ ഈ ജീവപാഠങ്ങൾ തന്നെയാണ് ഏതൊരു വിജയകരമായ സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനശില. ഒറ്റപ്പെടലിൻ്റെ ഒറ്റയടി പാതകളിൽ നിന്ന് ഒരുമയുടെ പെരുവഴിയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന സ്നേഹത്തിൻ്റെ പേര്. ചെറിയ ചെറിയ മോഹങ്ങളെല്ലാം കൂട്ടായ്മയുടെ ഒറ്റച്ചരടിൽ കോർത്തെടുക്കുന്ന പൊൻകിനാവുകൾ. ഐക്യത്തിൻ്റെ ഈ കരുത്താണ് സഹകരണ സംഘങ്ങൾ. അത് ഒരു നാടിൻ്റെ ഒപ്പമുള്ള മുന്നേറ്റമാണ്, ഒരേ മനസ്സോടെയുള്ള അതിജീവനമാണ്. ഒരാള് എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഒരാൾക്ക് വേണ്ടിയും നിലകൊള്ളുക എന്ന ഉദാത്തമായ ചിന്തയിൽ നിന്നാണ് സഹകരണാശയം ജനിക്കുന്നത്. 1904 ഒഫീഷ്യൽ ക്രെഡിറ്റ് സൊസൈറ്റി ആക്ടിലൂടെയാണ് ഭാരതത്തിൽ സഹകരണ മേഖലയ്ക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുന്നത്. ഗ്രാമീണ ജനതയെ കടക്കണിയിൽ നിന്നും പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദീർഘവീക്ഷണം നടത്തി. സഹകരണത്തിലൂടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഈ ആശയത്തെ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു വിപ്ലവമാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു മാവേലിക്കരയിൽ ജനിച്ച് ഗുജറാത്തിനെ തൻ്റെ കർമ്മഭൂമിയാക്കിയ ഡോക്ടർ വർഗീസ് കുര്യൻ. അമുൽ എന്ന സഹകരണ കൂട്ടായ്മയിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച ധവള വിപ്ലവം ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റി. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കർഷകരെയാണ് ഈ പ്രസ്ഥാനം സാമ്പത്തികമായി ഉയർത്തിയ. സഹകരണ ചിന്തകളെ നെഞ്ചിലേറ്റിയതിൽ ഭാരതത്തിൽ എക്കാലവും ഏറ്റവും മുന്നിൽ നിന്നത് നമ്മുടെ കേരളമാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് അവിടുത്തെ ശക്തമായ സഹകരണ ബാങ്കുകളും സൊസൈറ്റികളുമാണ്. സാധാരണക്കാരൻ്റെ ചെറിയ സമ്പാദ്യങ്ങൾ പോലും നാടിൻ്റെ വികസനത്തിനായി മാറ്റിവെക്കപ്പെടുന്നത്. കേരളം ലോകത്തിന് കാണിച്ചു തന്ന മാതൃകയാണ്. തിരുവിതാംകൂറിൽ 1914 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ആദ്യത്തെ സഹകരണ നിയമം നിലവിൽ വരുന്നത്. തുടർന്ന് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ പാകിയ പ്രമുഖരും പ്രസ്ഥാനത്തെ ജനകീയമാക്കാൻ മുന്നിട്ടിറങ്ങിയ സാമൂഹിക പരിഷ്കർത്താവായ TK മാധവനും പിൽക്കാലത്ത് മലബാറിലും തിരുകൊച്ചിയിലും സഹകരണ മേഖലയ്ക്ക് വിപ്ലവകരമായ ദിശാബോധം നൽകിയ ഒട്ടനവധി ചരിത്രപുരുഷന്മാരും. ഇവരുടെയൊക്കെ കഠിനാധ്വാനമാണ് കേരളത്തെ ഇന്നത്തെ പോലെ സഹകരണ മേഖലയിൽ ഒന്നാമതെത്തിച്ചത്. കേരളത്തിൻ്റെ മണ്ണിൽ അലയടിച്ച ഈ വലിയ സഹകരണ വിപ്ലവത്തിൽ നിന്നും നാടിനെ മാറ്റിയ ചരിത്രപുരുഷന്മാരുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയും ഡൽഹിയിൽ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കമിടുന്നത്. കോട്ടയം ജില്ലയിലെ നെടുംകുന്നം ഗ്രാമത്തിലെ പത്മനാഭവിലാസം എന്ന തറവാട്. ആ പ്രദേശത്ത് ഏറെ മാന്യതയും അംഗീകാരവുമുള്ളൊരു കുടുംബം. അവിടെ പരമേശ്വരൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും 5 മക്കളിൽ 4ാമനായിട്ടാണ് രഘു എന്ന PR നായരുടെ ജനനം. വലിയ സാമ്പത്തിക സുരക്ഷിതത്വമില്ലായിരുന്നെങ്കിലും ജീവിതത്തെ ശരിയായ രീതിയിൽ കാണാൻ പഠിപ്പിച്ച മൂല്യങ്ങളും സത്യസന്ധതയുമാണ് പരമേശ്വരൻ നായർ തൻ്റെ മക്കൾക്ക് കൈമാറിയ യഥാർത്ഥ സമ്പത്ത്. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായ ദീർഘവീക്ഷണമുള്ള ഒരു സഹകരണ പ്രസ്ഥാന പ്രവർത്തകനായിരുന്നു അച്ഛൻ ശ്രീ PP നായർ. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ സഹായിക്കാനും അദ്ദേഹം എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് രഘു ആദ്യമായി മനസ്സിലാക്കുന്നത്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം ആ മനസ്സിൽ മുട്ടിട്ടത് അവിടെ വെച്ചാണ്. അച്ഛനൊപ്പം രഘുവിൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച മറ്റൊരാൾ മൂത്ത ജ്യേഷ്ഠൻ രാജൻ കൊച്ചാട്ടനായിരുന്നു. രഘുവിൻ്റെ വഴികാട്ടിയും അധ്യാപകനുമായിരുന്നു അദ്ദേഹം.
ജീവിതത്തിൽ വിജയിക്കാൻ അറിവ് മാത്രം പോരാ, കഠിനാധ്വാനവും ആത്മവിശ്വാസവും വേണം എന്ന അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും വാക്കുകൾ രഘുവിൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന പോലെ ഇന്നും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. രഘുവും തൻ്റെ കൗമാരം കടന്ന് യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ചു. കുടുംബത്തിന് താങ്ങാകണം എന്ന ഉത്തരവാദിത്തം ആ ഹൃദയത്തിൽ വളർന്നു. ചങ്ങനാശ്ശേരിയിലെ NSS കോളേജ് പഠന കാലം രഘുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു. യുവത്വത്തിൻ്റെ ആവേശവും റഷ്യൻ വിപ്ലവ ആശയങ്ങളും നിറഞ്ഞ കാലം. പുസ്തകങ്ങളിൽ മാത്രമല്ല, മനുഷ്യരുടെ അനുഭവങ്ങളിലും വലിയ ജീവിത പാഠങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹം അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചുരുട്ടിക്കൂട്ടി വണ്ടി കയറേണ്ടി വരുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികളുണ്ട്. പലപ്പോഴും കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ തോളിലേറ്റിയ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ഇല്ല എന്ന് പറയാൻ കഴിയാത്ത നിസ്സഹായതയാണ് പലരെയും നാടുവിടാൻ പ്രേരിപ്പിക്കുന്നത്. മരുഭൂമിയുടെ ചൂടിലേക്കും അന്യനാട്ടിലെ തണുപ്പിലേക്കും ചേക്കേറുന്ന ഓരോ പ്രവാസിക്കും പറയാനുണ്ടാകും കണ്ണു നനയിക്കുന്ന ഒരുപാട് കഥകൾ. തങ്ങളുടെ സ്വപ്നങ്ങളെ ബലി നൽകി കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പൊരുതുന്നവരാണ് ഓരോ പ്രവാസിയും. അന്യനാട്ടിലെ മണ്ണിൽ വിയർപ്പൊഴുക്കുമ്പോൾ മനസ്സിലെപ്പോഴും സ്വന്തം നാടിൻ്റെ ഗന്ധവും സ്നേഹവും കൊണ്ടു നടക്കുന്നവരാണവർ. ഇത്തരമൊരു ജീവിത സാഹചര്യത്തിൻ്റെ നോവ് കൂടി ഉൾക്കൊള്ളുന്നതാണ് പ്രവാസ ജീവിതത്തിൻ്റെ കാതൽ. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും അച്ഛൻ പഠിപ്പിച്ചു തന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളും ജ്യേഷ്ഠൻ പകർന്നു നൽകിയ ആത്മവിശ്വാസവും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ആ യുവാവ് ഒടുവിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്. അക്കാലത്ത് ഉത്തരേന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരെല്ലാവരും ഒരുപോലെ നേരിട്ടിരുന്ന വലിയൊരു സാമൂഹിക വിവേചനമുണ്ടായിരുന്നു. ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്തിലേക്ക് വരുന്ന എല്ലാ പ്രവാസി സമൂഹത്തെയും ഇവിടത്തുകാർ മദ്രാസി എന്നൊരൊറ്റ പേരിലായിരുന്നു വിളിച്ചിരുന്നത്. കേവലം ഒരു വിളിപ്പേരെന്നതിനപ്പുറം പലയിടങ്ങളിലും അതൊരു മാറ്റി നിർത്തലായിരുന്നു. അങ്ങനെ ഒരു കൈപ്പേറിയ ദുരനുഭവം ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ശ്രീ PR നായർക്കും നേരിടേണ്ടി വന്നു. ഡൽഹിയിലെ തൻ്റെ തുടക്കകാലത്ത് അങ്ങേയറ്റം അടിയന്തരവും അനിവാര്യവുമായ ഒരാവശ്യത്തിനായി ഇവിടെ ഒരു സൊസൈറ്റിയിൽ ലോണിന് അപേക്ഷിച്ച അദ്ദേഹത്തിന് ഒരു മദ്രാസിയാണെന്ന പ്രവിശ്യാ വിവേചനത്തിൻ്റെ പേരിൽ മാത്രം ലോൺ നിഷേധിക്കപ്പെട്ടു. തൻ്റെ യോഗ്യതയോ ആവശ്യത്തിൻ്റെ അടിയന്തരതയോ നോക്കാതെ ദേശത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അന്നൊരു പ്രവാസി എന്ന നിലയിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക വിഷമവും ഒറ്റപ്പെടലും വിവരിക്കാൻ കഴിയുന്നതിലും വലുതായിരുന്നു. അന്യനാട്ടിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ പോകുന്ന മനുഷ്യൻ്റെ ആ വലിയ കണ്ണീരിൽ നിന്നാണ് സ്വന്തം അച്ഛൻ കാട്ടിത്തന്ന സഹകരണത്തിൻ്റെ വഴി അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. എന്നാൽ അതൊരു സാധാരണ പ്രവാസി നേരിട്ട പ്രതിസന്ധി മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ദർശനത്തിൻ്റെ പിറവിയായിരുന്നു ആ നിമിഷം. തന്നെ തളർത്താൻ ശ്രമിച്ച വിവേചനത്തെ ഒരു സാരഥിയുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഊർജമാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം. എനിക്കുണ്ടായ ഈ അനുഭവം ഇനി ഡൽഹിയിലെ മറ്റൊരു പ്രവാസി മലയാളിക്കും ഉണ്ടാകരുതെന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് കേശവപുരത്ത് അദ്ദേഹം സദേൺ സ്റ്റാർ സൊസൈറ്റി എന്ന ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത്. തൻ്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഒന്നിച്ചിരുത്തി അദ്ദേഹം ആ പുതിയ സ്വപ്നത്തിന് രൂപം നൽകി. സ്വന്തം നാട്ടിലെ സഹകരണ ബാങ്കുകളുടെ കരുത്ത് ഡൽഹിയിലെ മലയാളികൾക്കും ലഭ്യമാക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം. അങ്ങനെയാണ് പ്രവാസി മലയാളികൾക്ക് ഒരു കൈത്താങ്ങായി അവരുടെ കണ്ണീരൊപ്പാൻ സദേൺ സ്റ്റാർ സൊസൈറ്റി ജന്മമെടുക്കുന്നത്. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അഴിമതിയും കൈക്കൂലിയും അക്കാലത്ത് ഔദ്യോഗിക നടപടികളുടെ ഇടനാഴികളിൽ ശക്തമായി പിടിമുറുക്കിയിരുന്നു. എന്നാൽ ഒരു രൂപ പോലും കൈക്കൂലി നൽകാതെ സത്യസന്ധതയുടെ പാതയിൽ നിന്ന് ഒരിഞ്ച് പോലും വ്യതിചലിക്കാതെ ആ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്തെടുക്കാൻ PR നായർ തീരുമാനിച്ചു. പണത്തിന് മീതെ ധാർമ്മികതയ്ക്കും നട്ടെല്ലിനും സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അഴിമതി നിറഞ്ഞ അധികാരത്തിൻ്റെ വഴികളിൽ വീഴാതെ ആത്മാഭിമാനത്തോടെ അദ്ദേഹം നടത്തിയ ആ പോരാട്ടം വെറുമൊരു രജിസ്ട്രേഷൻ നടപടിയായിരുന്നില്ല. അതായിരുന്നു സദേൺ സ്റ്റാർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വലിയ പ്രഖ്യാപനം. 1986 ജനുവരി 12 ലോറൻസ് റോഡിലെ ആ ചെറിയ മുറിയിൽ 41 പേർ ചേർന്ന് നെയ്തെടുത്തൊരു സ്വപ്നമുണ്ടായിരുന്നു. PR നായർ എന്ന ദീർഘവീക്ഷണമുള്ള ശില്പിയുടെ കൈകളാൽ തുടക്കം കുറിച്ച ആ യാത്ര സത്യസന്ധതയുടെയും അർപ്പണബോധത്തിൻ്റെയും വഴികളിലൂടെയായിരുന്നു. ആത്മാഭിമാനത്തോടെ കൈക്കൂലിയുടെ നിഴൽ പോലും വീഴാത്ത ശുദ്ധമായൊരു പ്രസ്ഥാനം. അതായിരുന്നു സദേൺ സ്റ്റാർ. ലോറൻസ് റോഡിലെ വാടക കെട്ടിടത്തിലെ തുടക്കത്തിൽ നിന്നും
1996-ൽ സ്വന്തം ഓഫീസ് കെട്ടിടത്തിലേക്ക് എത്തിയപ്പോൾ അത് സതേൺ സ്റ്റാറിന്റെ വളർച്ചയിലെ ആദ്യത്തെ വലിയ നാഴികക്കല്ലായിരുന്നു. പിന്നീട് 2007-ൽ ന്യൂ രാജേന്ദ്ര നഗറിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്കുള്ള മാറ്റം ആ പ്രസ്ഥാനം ഒരു വൻമരമായി പടർന്നു പന്തലിച്ചു എന്നതിൻ്റെ അടയാളമായിരുന്നു. ഈ നാൾ വഴികളിലെ ഓരോ വിജയവും PR നായർ എന്ന അമരക്കാരൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടി വിജയമാണ്. 2008-ൽ ഭാരതത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കമ്മീഷനിൽ ചിട്ടി ഫണ്ട് ആരംഭിച്ചുകൊണ്ട് സതേൺ സ്റ്റാർ സാമ്പത്തിക രംഗത്ത് പുതിയൊരു മാതൃക സൃഷ്ടിച്ചു. അതേ വർഷം തന്നെ സതേൺ സ്റ്റാർ ഹൈടെക് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഡൽഹിയിലും കേരളത്തിലുമായി സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതികൾക്കും തുടക്കമിട്ടു. സൊസൈറ്റിയുടെ ഈ ബഹുമുഖ വളർച്ചയും ദൈനംദിന നടത്തിപ്പും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി 2011-ൽ MTNL-ലെ ഗസറ്റഡ് ഉദ്യോഗത്തിൽ നിന്നും VRS എടുത്ത് തൻ്റെ ജീവിതം പൂർണ്ണമായും സതേൺ സ്റ്റാറിൻ്റെ വളർച്ചയ്ക്കായി PR നായർ പൊറപ്പിച്ചു. ഇതിന് പിന്നാലെ 2012-ൽ ഡൽഹിയിലെ സ്വർണ്ണ വിപണിയിലെ അമിത വിലയെടുപ്പിനും ചൂഷണത്തിനും തടയിടാൻ കേരളത്തിലെ നിരക്കിൽ സ്വർണം ലഭ്യമാക്കുന്ന ജ്വല്ലറി സംരംഭം അദ്ദേഹം ആരംഭിച്ചു. ഇത് മറ്റു വ്യാപാരികളെപ്പോലും വില കുറയ്ക്കാൻ നിർബന്ധിതരാക്കുന്ന വിപണിയിലെ ഒരു വലിയ ഇടപെടലായി മാറി. സതേൺ സ്റ്റാറിന്റെ ചരിത്രം വെറും കെട്ടിടങ്ങളുടെയും അവാർഡുകളുടെയും മാത്രമല്ല, അത് മനുഷ്യസ്നേഹത്തിൻ്റെ കൂടിയാണ്. 2016-ലെ നോട്ട് നിരോധനത്തിൻ്റെ ആ ആശങ്ക നിറഞ്ഞ നാളുകളിൽ പുറം ലോകം പകച്ചു നിന്നപ്പോൾ അംഗങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകി അവർക്കൊരു വലിയ തണലായി ഈ പ്രസ്ഥാനം നിലകൊണ്ടു. 2018-ലെ മഹാപ്രളയത്തിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ ഒരു കുടുംബത്തെ പോലെ സതേൺ സ്റ്റാർ കൂടെ നിന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 35 ലക്ഷം രൂപയും മാതൃഭൂമിയിലൂടെ നേരിട്ട് സഹായങ്ങളും എത്തിച്ചുകൊണ്ട് പ്രവാസി മലയാളികൾക്ക് തങ്ങളുടെ കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം സതേൺ സ്റ്റാർ തെളിയിച്ചു. കോവിഡ് കാലം ഇരുളടഞ്ഞ ആ നാളുകളിൽ ഭയം വിതറിയപ്പോൾ അംഗങ്ങളെ കൈവിടാതെ മൊറട്ടോറിയങ്ങൾ പ്രഖ്യാപിച്ചും സാമ്പത്തിക സഹായങ്ങൾ നൽകിയും ഈ പ്രസ്ഥാനം കാവലായി നിന്നു. കോവിഡ് പോരാളികളായ നഴ്സുമാരെയും പ്രതിസന്ധികളെ നേരിട്ട ധീരരായ അംഗങ്ങളെയും ഏഞ്ചൽസ് അവാർഡ് നൽകി ആദരിച്ചപ്പോൾ സതേൺ സ്റ്റാർ തെളിയിച്ചത് തങ്ങളൊരു പണമിടപാട് സ്ഥാപനം മാത്രമല്ല, മറിച്ച് സ്നേഹം പങ്കുവെക്കുന്ന ഒരു വലിയ കുടുംബമാണെന്നാണ്. സ്ഥാപനം വലുതാകുന്നത് അതിലെ കണക്കുകൾ കൊണ്ടല്ല, അതെത്രത്തോളം മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്നു എന്നതുകൊണ്ടാണ്. PR നായർ എന്ന ദീർഘവീക്ഷണമുള്ള വഴികാട്ടി വിശ്വസിക്കുന്നത് പോലെ ഒരു സ്ഥാപനം ഓർമ്മിക്കപ്പെടുന്നത് അതെന്തൊക്കെ കൈവശം വെച്ചിരിക്കുന്നു എന്നതിലല്ല, മറിച്ച് അത് മനുഷ്യർക്ക് എന്തായിത്തീർന്നു എന്നതിലാണ്. സഹകരണം എന്നത് പഴഞ്ചൻ ആശയമല്ല, മറിച്ച് മാനവികതയുടെ ഏറ്റവും പുതിയ ഭാഷയാണെന്ന് ഈ പ്രസ്ഥാനത്തിലൂടെ പുതുതലമുറകൾക്ക് PR നായർ പകർന്നു നൽകുന്നു. അറിവും അനുഭവവും യുവതയുടെ ഊർജവും ഒത്തുചേരുന്നൊരിടം. ഇനിയുള്ള നാളുകളിലും സ്നേഹത്തിൻ്റെ ഈ കരുതലായി, വിശ്വാസത്തിൻ്റെ ഈ വെളിച്ചമായി സതേൺ സ്റ്റാർ തുടർന്നും പ്രകാശിക്കും. 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരുത്തിൽ ഈ പ്രസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വിസ്മയാവഹമാണ്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ടും സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചും കടന്നുവന്ന ഈ 40-ാം വർഷം ഒരു പുതിയ തുടക്കമാണ്. കൈകോർത്തു പിടിച്ച ആയിരങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് സതേൺ സ്റ്റാറിൻ്റെ ഏറ്റവും വലിയ മൂലധനം. വരും കാലത്തും ഈ സ്നേഹസാന്ത്വനമായി, ഒരു വലിയ കുടുംബമായി, ഒരു നാടിൻ്റെ പ്രതീക്ഷയായി, പ്രത്യാശയുടെ ഈ വഴികളിൽ സതേൺ സ്റ്റാർ ഇനിയുമേറെ ദൂരം ഒരേ മനസ്സോടെ മുന്നോട്ട് തന്നെ.